അവർ നിന്നെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നിന്റെ തളർച്ചയും വീഴ്ചയും സ്വപ്നം കണ്ടു. പക്ഷേ നിന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞെടുത്താണ് അവർക്ക് തെറ്റുപറ്റിയത്. ഒരു കാര്യം നിന്നെക്കൊണ്ട് കഴിയാതെയാവുന്നത് നീ നിന്റെ പരിശ്രമം അവസാനിപ്പിക്കുമ്പോൾ മാത്രമാണ്. ഓരോ ചെറിയ പരിശ്രമവും ലക്ഷ്യത്തിലേക്കുള്ള അകലം കുറയ്ക്കുകയാണ്. ചുരുക്കത്തിൽ, നിനക്ക് കഴിയുമെന്നും കഴിയില്ലെന്നും തീരുമാനിക്കാനുള്ള അവകാശം നിനക്ക് മാത്രമാണ്. ഏതൊരു കാര്യവും എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊരു ചിന്തയോടുകൂടി ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിടത്തും വിജയിക്കാനാവില്ല. എന്നെക്കൊണ്ട് കഴിയില്ല എന്ന ചിന്ത മാറ്റിയെടുക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി മുന്നോട്ട് പോകുക എന്നതാണ്. അതിനർത്ഥം വലിയ ലക്ഷ്യങ്ങൾ പാടില്ല എന്നല്ല. വലിയ ലക്ഷ്യങ്ങളെ ചെറുതും എളുപ്പത്തിൽ നേടാവുന്നതുമായ ഭാഗങ്ങളാക്കി തിരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ ചെറിയ ലക്ഷ്യം നേടുമ്പോഴും നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടും. ഇത് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകും. ഒരു കാര്യത്തെ ഭയങ്കര വലിയ ഒരു സംഭവമായി കാണുമ്പോൾ നമുക്ക് അത് നേടാനാവുമോ എന്നൊരു കൺഫ്യൂഷൻ മനസ്സിലുണ്ടാക്കും. അതുകൊണ്ട് തന്നെ വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ഭാഗങ്ങളായി തിരിക്കുന്നത് നല്ലതാണ്. അടുത്തത്, നിങ്ങളുടെ കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ചെറിയ വിജയങ്ങൾ പോലും ഓർത്തെടുക്കുക. മുമ്പ് നിങ്ങൾ ഏതെങ്കിലും പ്രതിസന്ധിയെ മറികടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ കഴിവുകളാണ്. ഇത് ആത്മവിശ്വാസം വളർത്താൻ സഹായിക്കും. അടുത്തത്, സ്വയം താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുക എന്നതാണ്. മറ്റുള്ളവരുമായി നിങ്ങളെ തന്നെ താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുക. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളും കുറവുകളുമുണ്ട്. നിങ്ങളുടെ പുരോഗതിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്തെങ്കിലും പോരായ്മകളും കുറവുകളും ഇല്ലാത്തവരായി ആരും തന്നെ കാണില്ല. അതുകൊണ്ട് നമ്മുടെ കുറവുകളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് സമയം കളയാതെ നമുക്ക് നേടാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. മറ്റൊന്ന്, പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് സ്വയം പറയുക. നിങ്ങളുടെ മനസ്സിനെ നല്ല ചിന്തകളാൽ നിറയ്ക്കുക. ഇത് നിങ്ങളുടെ ചിന്താരീതിയെ മാറ്റിയെടുക്കാൻ സഹായിക്കും. ഏതൊരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയും എന്നൊരു വിശ്വാസത്തോടു കൂടി ചെയ്താൽ തീർച്ചയായും നല്ലൊരു റിസൾട്ട് ഉണ്ടാകും. മറ്റൊന്ന്, തോൽവിയെ അംഗീകരിക്കാൻ പഠിക്കുക. ഏതൊരു കാര്യത്തിലായാലും എല്ലായ്പ്പോഴും നമ്മൾ വിജയിച്ചെന്ന് വരില്ല. ചില സാഹചര്യങ്ങളിൽ നമ്മൾ എത്രത്തോളം പരിശ്രമിച്ചാലും പരാജയം ഉണ്ടായെന്ന് വരാം. അതിനെ അതിൻ്റെ സ്പിരിറ്റിലെടുത്ത് മുന്നോട്ട് പോവുക എന്നതാണ് ചെയ്യാനുള്ളത്. തോൽവി കണ്ട് ഒരിക്കലും തളർന്നു പോകരുത്. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ ഏത് മേഖലയിലാണോ വിജയം ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കുക എന്നതാണ്. വിജയവും പരാജയവും വന്നു പോകും. പക്ഷേ നമ്മൾ അതിനുവേണ്ടിയുള്ള പരിശ്രമം ഒരിക്കലും അവസാനിപ്പിക്കരുത്. ചിട്ടയായ പരിശ്രമം ഉണ്ടെങ്കിൽ ഇത്തിരി വൈകിയായാലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊരു വിജയം കൈവരിക്കാൻ കഴിയും. എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊരു ചിന്തയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിരന്തരമായി ഫോളോ ചെയ്തു നോക്കൂ. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ ഇവയ്ക്ക് സാധിക്കും. കഴിയില്ല എന്ന് കരുതി ഉപേക്ഷിക്കുന്ന പല കാര്യങ്ങളും ഒന്ന് പരിശ്രമിച്ചാൽ നമ്മളെ കൊണ്ട് കഴിയുന്നതാണ്. പരിശ്രമിക്കാനുള്ള മടിയോ അല്ലെങ്കിൽ പരാജയപ്പെടുമെന്ന ഭീതി കാരണമോ ഒക്കെ ആകാം നമ്മൾ അതിനെ ഉപേക്ഷിക്കുന്നത്. ഉപേക്ഷിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് അത് നേടിയെടുത്താൽ നമുക്ക് കിട്ടിയേക്കാവുന്ന ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അത് ഉപേക്ഷിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന നഷ്ടത്തെക്കുറിച്ചും ചിന്തിക്കുക. ഈ രണ്ട് ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തെയും നമുക്ക് നേരിടാനാവും. വിജയവും പരാജയവുമൊക്കെ പിന്നെയുള്ള കാര്യമാണ്. ശ്രമിക്കുക എന്നതാണ് പ്രധാനം. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്തവരായി ആരും തന്നെ കാണില്ല. നമ്മുടെ കഴിവുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ബാക്കിയൊക്കെ നടക്കേണ്ട രീതിയിൽ തന്നെ നടന്നോളും.